കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ കടുത്ത ആശങ്കയും ഭീതിയും ഉളവാക്കുന്നതായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. കപ്പൽ അപകടത്തിന്റെ ദുരന്തം പേർന്നത് കേരളത്തിന്റെ കടലോരവാസികളും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമാണ്. അപകടത്തെ തുടർന്ന് സർക്കാർ നടത്തുന്ന അനുരഞ്ജന ശ്രമം എന്തിനു വേണ്ടിയാണെന്നും ആർക്കു വേണ്ടിയാണെന്നും നാശനഷ്ടങ്ങളും തൊഴിൽ നഷ്ടവും കണക്കിലെടുത്ത് മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളികൾക്ക് മതിയായ നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും നേതാക്കൾ പറഞ്ഞു. കേരള തീരത്ത് തുടർച്ചയായി സംഭവിക്കുന്ന കപ്പൽ അപകടങ്ങൾ കടുത്ത ആശങ്കയും ഭീതിയും ഉളവാക്കുന്നതായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. ആദ്യത്തെ ഒന്ന് ഉണ്ടായി, ആ നടുക്കം മാറാതെ നിൽക്കുമ്പോഴാണ് ഇന്നലെ വീണ്ടും ഒരു കപ്പൽ അപകടം കൂടി കേരള തീരത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രതിസന്ധിയിലാണ്. കാലവർഷക്കെടുതിയും കടൽക്ഷോഭവും നമ്മുടെ മേഖലയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിനും വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിചാരിതമായി നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു ദുരന്തം കപ്പലപകടമായി നമ്മുടെ തീരത്തുണ്ടാകുന്നു. അതിനെ തുടർന്ന് 643 കണ്ടെയ്നറുകളെന്നും 640 കണ്ടെയ്നറുകളെന്നും വ്യക്തതയില്ലാതെ ഇപ്പോഴും നിൽക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും അത്രയും കണ്ടെയ്നറുകൾ മറിഞ്ഞു. നമ്മുടെ തീരത്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുക വട്ടച്ചാൽ പ്രദേശത്ത് അഴീക്കൽ പോകുന്ന ഭാഗത്താണ്. ഒരു വള്ളക്കാർക്ക് 1000 കിലോയോളം വല ഈ കണ്ടെയ്നറിൽ തട്ടി കീറിപ്പോയി. 1 കിലോ വലയ്ക്ക് 543 രൂപ വേണം. 2200 കിലോ വലയിൽ 1000 കിലോ വലയോളം കീറിപ്പോവാന്ന് പറയുമ്പോൾ അവരുടെ പ്രയാസം ഒന്ന് ഓർത്തു പോയി. കൃത്യമായി പണിക്ക് പോകാൻ കഴിയുന്നില്ല. മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക നിന്നു. അപ്പോൾ കപ്പലപകടത്തെ തുടർന്ന് കടലിലെ ആവാസ വ്യവസ്ഥ തകർത്ത് ആഴക്കടൽ മണൽ ഖനനത്തിന് നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഒരു മെല്ലപ്പോക്ക് ഉണ്ടാക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആശങ്കയോടുകൂടി ഞങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയാണ്. ദയവായി സ്റ്റേറ്റ് ഗവൺമെൻറ് ആ കാര്യത്തിൽ കേന്ദ്രത്തിന് വഴങ്ങി നിൽക്കരുതെന്നും ആഴക്കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാലവർഷക്കെടുതിയും കടൽക്ഷോഭവും ദുരിതത്തിലാക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഇപ്പോഴുണ്ടായിട്ടുള്ള കപ്പലപകടം ഉപജീവനമാർഗം പാടെ തകർക്കുന്ന രീതിയിലും തീരാക്കടത്തിലേക്ക് തള്ളിവിടുന്ന നിലയിലും ഉണ്ടായിട്ടുള്ളതാണ്. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഇടപെടാത്ത സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. 12 നോട്ടിക്കൽ മൈലിനപ്പുറമാണ് അപകടം എന്ന വ്യാഖ്യാനം നടത്തുന്നത് ന്യായീകരണമല്ല. കപ്പലപകടത്തിന്റെ ദുരന്തം പേറുന്നത് കേരളത്തിലെ കടലോരവാസികളും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമാണെന്നും അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ട്രോളിംഗ് ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും വലയും റോപ്പുകളും മറ്റും കണ്ടെയ്നറുകളിൽ തട്ടി അറ്റുപോയത് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സീസൺ അനുസൃതമായ ജോലി നടക്കേണ്ട ഈ മൺസൂൺ കാലത്തും മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമകളും തൊഴിലാളികളും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. കേരളത്തിന്റെ തീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടവും തീരപ്രദേശത്തുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മുഖവിലയ്ക്ക് എടുക്കാതെയാണ് സംസ്ഥാന സർക്കാർ 1000 രൂപയും 6 കിലോ അരിയും പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ കടുത്ത അവഗണനയാണ് ഇതിൽ കാണുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. അദാനി കമ്പനിക്ക് 40% നിക്ഷേപമുള്ള കപ്പൽ കമ്പനിയുമായി സർക്കാർ അനുരഞ്ജന നീക്കം നടത്തുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യം ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു. കപ്പലപകടങ്ങളെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളും തൊഴിൽ നഷ്ടവും കണക്കിലെടുത്ത് മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളികൾക്ക് മതിയായ നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള കടലിലെ 12 നോട്ടിക്കൽ പ്രദേശത്ത് കണ്ടെയ്നറുകൾ എവിടെയെല്ലാം ഉണ്ട് എന്നതിനെക്കുറിച്ച് മാപ്പിംഗ് നടത്തി GPS നമ്പറുകൾ എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളിലും എത്തിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ചിങ്കുത്തറ, AR കണ്ണൻ, ജില്ലാ പ്രസിഡന്റ് ബിനു പൊന്നൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.